ശ്രീമതി യു പ്രതിഭ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, 2022 ഒരു വാർത്ത വന്നിരുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട അംഗം വിജിൻ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് തുടങ്ങുകയാണ്. 2022 ഒരു വാർത്ത വന്നിരുന്നു. നീറ്റ് പരീക്ഷ പെൺകുട്ടിയുടെ അടിവസ്ത്രം അഴിപ്പിച്ചു എന്നൊരു വാർത്ത. കേരളത്തെ നമ്മളെല്ലാവരും നാണം കെട്ടുപോയ ഒരു വാർത്തയായിരുന്നു. അതിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തെ അതൃപ്തി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. സർ, അത്തരത്തിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളടക്കം ഒരുപാട് പെൺകുഞ്ഞുങ്ങളടക്കം എഴുതുന്ന ഇതുപോലെ ഒരു മത്സര പരീക്ഷ, ആ മത്സര പരീക്ഷ ഏറ്റവും ഭംഗിയായി നടത്താനായിട്ട് വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷ നടത്തിപ്പിന് NTA എന്ന സംവിധാനം ഉണ്ടാകുന്നു. ആ NTA ആഘോഷിക്കപ്പെടുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന NTA ഇന്ന് നാഷണൽ തട്ടിപ്പ് ഏജൻസിയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് സാർ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. നോൺ ട്രസ്റ്റ് ഏജൻസിയായി NTA മാറിയിരിക്കുകയാണ് സാർ. സർ, പ്രമേയ അവതാരകൻ അടക്കം പിന്നീട് ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം കണക്കുകൾ പറഞ്ഞുകൊണ്ട് ചർച്ച ഇവിടെ നടത്തിയിട്ടുണ്ട്. സർ, എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് വിദേശ സർവകലാശാലകളടക്കം സ്വയംഭരണ സ്വാശ്രയ സർവകലാശാലകൾക്കും യഥേഷ്ടം അനുമതി നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് ഇതിൽ കൂടുതൽ നീതി പ്രതീക്ഷിക്കാനുണ്ടോ എന്നൊരു ആശങ്ക കൂടി ഈ സഭയെ അറിയിക്കുകയാണ്. കോർപ്പറേറ്റ് ദാസന്മാർ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായി പ്രതീക്ഷിക്കാൻ പറ്റും. സർ, കോവിഡ് കാലത്ത് പ്ലേറ്റ് കൊട്ടാൻ പറഞ്ഞ ഭരണാധികാരി തന്നെയാണ് ഇന്നും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പന്തം കൊളുത്തി വെച്ചാൽ കൊറോണ വൈറസ് ഓടിപ്പൊക്കോളുമെന്ന് പറഞ്ഞവരാണ് രാജ്യം ഭരിക്കുന്നത്. പാണ്ഡവ കൗരവ യുദ്ധത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞവരാണ് രാജ്യം ഭരിക്കുന്നത്. ഗണപതിയുടെ തലയെ പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്ന് പ്രധാനമന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയ ശിഖണ്ഡിയുടെ കാലത്ത് തുടങ്ങിയെന്ന് പറയുന്നു. മയിൽ ഗർഭം ധരിക്കുന്നത് കണ്ണുനീരിൽ നിന്നാണെന്ന് പറയും. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവും അനാചാരവും ഒരു തരത്തിലും തിരിച്ചറിവില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ രാജ്യത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ അതിശയകരമായൊരു കാര്യം, യൂണിവേഴ്സിറ്റിയിൽ സയൻസ് കോൺഗ്രസ്സുകൾ നടത്തുമ്പോൾ ഭാരതീയർക്ക് ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്തി തിരിച്ചെത്തുന്ന മിസൈലുകൾ വിഷ്ണുചക്രം എന്നവർ പറയുന്നു. രാവണിന് 24 തരം വിമാനങ്ങൾ ഉണ്ടായിരുന്നു സയൻസ് കോൺഗ്രസ്സുകൾ പറയുന്നു. ബ്രഹ്മാവാണ് ദിനോസറുകളെ കണ്ടുപിടിച്ചതെന്ന് പ്രചരിപ്പിക്കുന്നു. ഐൻസ്റ്റീനും ന്യൂട്ടണും ഗുരുത്വാകർഷണത്തെപ്പറ്റി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗുരുത്വ തരംഗങ്ങൾക്ക് നരേന്ദ്രമോദി തരംഗങ്ങൾ എന്ന് പേര് നൽകണമെന്ന് ശാസ്ത്ര കോൺഗ്രസ്സുകൾ പറയുന്നു. സാർ, എന്ത് അവസ്ഥയിലൂടെയാണ് സാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും പശുവിൻ്റെ ചാണകവും പാലും മൂത്രവും ഒക്കെയാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മരുന്ന് കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അതിൻ്റെ മരുന്ന് കൊണ്ട് ക്യാൻസർ സുഖപ്പെടുമെന്ന് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സാർ, അന്തരീക്ഷ മലിനീകരണം നടത്താനായി യാഗം ചെയ്യുന്നു. അവിടെയാണ് സാർ 24 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ മത്സര പരീക്ഷകളിലൂടെ നാളെ ആരോഗ്യരംഗത്ത് ഏറ്റവും സ്തുത്യർഹമായ സേവനം ചെയ്യാനായിട്ട്, നമ്മൾക്കറിയാം, ഞാൻ ഇവിടെ വിജിൻ ഇത് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ സലാം സഖാവിൻ്റെ മണ്ഡലത്തിലൊരു കുഞ്ഞ് പറഞ്ഞ വാക്കുകൾ ഇവിടെ പറഞ്ഞു. സർ, എൻ്റെ സഹോദരിയുടെ മകൾ 6 വർഷം മെഡിക്കൽ എൻട്രൻസ് എഴുതി 6 വർഷം MBBS പഠിച്ച് മിടുക്കിയായി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്ത കുട്ടി കുറേ കൂടി നന്നായി പഠിക്കണം എന്നോർത്താണ് നീറ്റ് PG എഴുതുന്നത്. ആ നീറ്റ് PG അവർക്ക് തുടങ്ങിയവരുടെ വേദനയോടെ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. നീറ്റ് PG മെയ് മാസമാണ് ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ ഏകദേശം 1-2 വർഷം അത് നീറ്റ് PG എഴുതുന്ന പ്രൊഫഷണൽസ് ആണ് എന്നുകൂടി നമ്മളെല്ലാവരും ആഗ്രഹം കൊടുക്കണം. കാരണം നീറ്റ് UG എഴുതുന്നത് നമ്മുടെ +2 സ്റ്റുഡൻസ് ആണ്. നീറ്റ് PG എഴുതാൻ വരുന്നത് അവർ പ്രൊഫഷണൽസാണ്. അവർ 7 വർഷത്തോളം കഠിനമായി പഠിച്ച് അവരുടെ ഒരു ജീവിതം കരുപ്പിടിപ്പിച്ച് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, മെറിറ്റിൽ പഠിക്കുന്നവരുണ്ട്, കടമെടുത്ത് പഠിക്കുന്നവരുണ്ട്, വിദേശത്ത് നിന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ്? ഏറ്റവും നല്ല ആരോഗ്യരംഗത്തടക്കം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ടിരിക്കുന്ന ഒരുപാട് മേഖലകളിലേക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതുന്നത്. അവരോട് പെട്ടെന്ന് പറയാണ് നീറ്റ് PG മെയ് 5 നടക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് പറയുന്നു അത് മാറ്റി അടുത്ത ആദ്യം മാർച്ച് 3, മെയ് 5, പിന്നീട് പറയുന്നു ജൂൺ 23 നടക്കുമെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കലാപരിപാടികളും ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ എല്ലാ കലാപരിപാടികളും നടക്കുന്നത് അർദ്ധരാത്രിക്കാണ്. അതുപോലെ തന്നെയാണ് 23-ൻ്റെ തലേ ദിവസം രാത്രി ഒരു അർദ്ധരാത്രി വിളിച്ച് പറയുകയാണ്, ഒരു മടിയുമില്ലാതെ പറയുകയാണ് നീറ്റ് PG ക്യാൻസൽ ചെയ്തിരിക്കൂ എന്ന് പറയുകയാണ്. സാർ, കൊട്ടിഘോഷിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ 56 ഇഞ്ച് നെഞ്ചളമുള്ള രാജ്യം ഭരിക്കാൻ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇവിടെ അംഗങ്ങളെല്ലാവരും പറയും നിരവധി മാധ്യമങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇവിടെ ഒരു +2 സീറ്റിന് അഡ്മിഷൻ ഇല്ലെങ്കിൽ പറയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞു എന്നാണ് പറയുന്നത്.
അല്ലേ? അതെല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും. ഭരണഘടന പറയുന്ന ജനിച്ചു വീണ് പഠിക്കാൻ പ്രായമാകുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യവും സാർവത്രികവും ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുമെന്ന് ഭരണഘടന പറയുന്ന കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യം വന്നാൽ പോലും വലിയ കൊട്ടിഘോഷിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്ത എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരിടത്ത് പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ പറ്റി ഒരു വാക്ക് പറയാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സർ. ആലപ്പുഴയിൽ പ്രളയകാലത്ത് ഒരു 70 രൂപ ഒരു ഓട്ടോറിക്ഷക്കാരന് കൊടുക്കുന്ന കേസിൽ പാവപ്പെട്ട ഞങ്ങളുടെ ഒരു സഖാവ് ഓമനക്കുട്ടൻ, അദ്ദേഹത്തിനെ വേട്ടയാടിയ വാർത്തകൾ ഞങ്ങളൊക്കെ കണ്ടു ഭയന്നു പോയി സാർ. ഒരു 70 രൂപ, ഒരു പാവം മനുഷ്യൻ. പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ സാർ, അദ്ദേഹത്തിൻ്റെ മകളും എൻട്രൻസ് എഴുതി ഇന്ന് കേരളത്തിൽ ഡോക്ടറാണ്. അതാണ് ഈ മത്സര പരീക്ഷയുടെ ഒരു വിശ്വാസ്യത അതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പെൺമക്കളുടെ വസ്ത്രം അഴിച്ച് പരിശോധിച്ച് അത്രയധികം ക്രിയാത്മകമാണ് ഇത് എന്ന് വരുത്തി തീർത്തവരാണ് ഇന്ന് ഈ വലിയ തട്ടിപ്പിന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത്, കുട ചൂടിയിരിക്കുന്നത്. പക്ഷേ അതിനെക്കൊണ്ട് നിസ്സാരമായിട്ട് കാണുകയാണ്. ഇതൊരു വലിയ അപകടം നടന്നെന്ന് ഒരു ധാരണ പോലും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അല്പമെങ്കിലും നീതി പുലർത്തി എഴുതിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അല്പമെങ്കിലും നീതി പുലർത്തി എഴുതിയ ദീപിക ദിനപത്രത്തിൽ വന്നൊരു വാർത്തയിലാണ് കുറച്ചെങ്കിലും നീതി പുലർത്തി എഴുതിയിട്ടും കൃത്യമായ ഒരു രൂപത്തിൽ. പിന്നെ ദേശാഭിമാനി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങളിൽ വന്നു എന്ന്. പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, മാധ്യമങ്ങളിൽ പൊതിഞ്ഞ് മധുരകരമായി വാർത്ത വന്നിട്ട് കാര്യമില്ല. കൃത്യമായി ഏത് വിഷയത്തെയാണെങ്കിലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം സാർ വാർത്ത വരാനായിട്ട്. സാർ നേരത്തെ ഞാൻ പറഞ്ഞു നീറ്റ് PG, നെറ്റ്, അതുപോലെ തന്നെ നീറ്റ് UG പരീക്ഷയിലെല്ലാം വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. നെറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നമ്മുടെ കോളേജ് രംഗത്തേക്ക് കടന്നു വരേണ്ട മിടുക്കരായ PhD ബിരുദധാരികളായി വരേണ്ട മിടുക്കരായ അധ്യാപകരെ വാർത്തെടുക്കേണ്ട എക്സാമിനേഷനാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ ഇരിപ്പുണ്ട്. നമ്മളിത് ജൂലൈ മാസത്തിൽ 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ കേരളത്തിൽ അഭിമാനത്തോടെ തുടങ്ങാൻ പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ വാർത്തെടുക്കുകയാണ്. വൈജ്ഞാനിക ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബജറ്റിൽ പോലും വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സാർ. അവിടെയാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ത്യജിച്ച കുഞ്ഞുങ്ങൾ കഴിഞ്ഞ എത്രയോ കാലമായി ഒരു ആഘോഷങ്ങളിൽ ഈ മക്കൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവരെല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിൽക്കുകയാണ് സാർ. ഈ പരീക്ഷ എഴുതിയ ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻവിസിബിൾ പില്ലേഴ്സ് അല്ലേ എന്നാണല്ലേ. ഞങ്ങൾ രാജ്യത്തെ ഇൻവിസിബിൾ പില്ലേഴ്സ് അല്ലേ, ഞങ്ങളല്ലേ നമ്മളുടെ ഈ നാട്ടിലെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഞങ്ങളല്ലേ ഇത് പഠിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളുടെ എല്ലാം ആരോഗ്യം നോക്കാൻ ഞങ്ങൾ വരുന്നില്ലേ. അതിനവർ ഊണും ഉറക്കവും ആഘോഷങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ടാണ് സർ അവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ കുട്ടികൾക്ക് രാജ്യത്തെ ഗവൺമെൻറ്റിനോട് അവർക്ക് പ്രതീക്ഷയില്ലാതായിരിക്കുന്നു. ഇതിൽ എന്നെയല്ല നിങ്ങളെയൊക്കെ അതിശയിപ്പിച്ച ഒരു കാര്യം ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ ഈ ക്രമക്കേട് കണ്ടെത്തിയത് കുട്ടികൾ തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. കുട്ടികൾ തന്നെയാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇവിടെ വലിയ ഏജൻസികളൊക്കെ ഉണ്ട്. ഇവിടെ കേരളത്തിലൊക്കെ ഏജൻസികൾ എന്നും വരവാണ്. ഈ ഏജൻസികളൊന്നും ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നാണം കെട്ട കാര്യം. അവിടെ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് സംശയം നടന്നിട്ടുണ്ട്, കാരണം ഫുൾ മാർക്ക് കിട്ടിയ കഥ ഇവിടെ പറഞ്ഞു. ഫുൾ മാർക്ക് വാങ്ങിച്ചവർക്ക് ആണ് ഒരിക്കലും കിട്ടാത്ത കാര്യം നടന്നപ്പോൾ എന്നോട് കുട്ടികൾ പറഞ്ഞത്, അങ്ങനെ ഒന്നെങ്കിൽ മരമണ്ടന്മാർ മാർക്ക് കിട്ടാൻ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തെങ്കിലും ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അപ്പം കോപ്പി അടിച്ചും ചോദ്യപേപ്പർ ചേർന്നും മെഡിക്കൽ ഫീൽഡിൽ കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു അപകടം കൂടി നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. കാരണം നമ്മളെയൊക്കെ ചികിത്സിക്കേണ്ടവരാണ്. അവർ കോപ്പി അടിച്ചും ചോദ്യപേപ്പർ ചേർന്നൊന്നും വരാൻ പറ്റില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, ആരിതിനൊക്കെ സമാധാനം പറയും? കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കത്തില്ലേ? ഇത്രയധികം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയിട്ട് പെട്ടെന്ന് വരണം. അതിൽ 10,000 രൂപ കൊടുത്തുകൊണ്ട് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന ഈ ഒരു വിവേചനം, അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏജൻസിയുടെ ഒരു വിശ്വാസ്യത തകർന്നു പോയിരിക്കുന്നു സാറേ. ഇനി നമുക്ക് തനതായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും സുസജ്ജമായി തന്നെ ഇത്തരം പരീക്ഷകൾ നടത്താൻ മിടുക്ക് സംസ്ഥാനങ്ങൾക്കുണ്ട്. അതൊക്കെ പുനർവിചിന്തനം ചെയ്യേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് സാർ. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിന് ഒരു ചോർച്ചയുടെ കാലമാണെന്ന് തോന്നുന്നു. കാരണം ജൂൺ 4 വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വോട്ട് ചോർന്നിട്ടുണ്ട്. 400 സീറ്റ് പറഞ്ഞ് അത് ചോർന്നു. അതിനുശേഷം രാമക്ഷേത്രം ഇന്നലെ വാർത്ത 1800 കോടി കൊട്ടിഘോഷിച്ച് ഈ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ വർഗീയതയുടെ പൊടിയിട്ടുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ ഇലക്ഷന് മുമ്പ് കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള രാമക്ഷേത്രം ഇന്നലെ ചോർന്നു എന്ന വാർത്തയാണ് വരുന്നത് സാർ. ഇതാണ് ഇന്ത്യ മഹാരാജ്. മൊത്തത്തിൽ ചോർച്ചയുടെ കാലമാണ്. കള്ളത്തരം പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ഏത് സാമ്രാജ്യവും തകർന്നു വീഴുക തന്നെ ചെയ്യും സാർ. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം തീർച്ചയായിട്ടും കർഷകർക്ക് പിന്നാലെ ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ശക്തമായി തെരുവിലിറങ്ങുന്ന ഒരു കാലമാണ് സാർ കേന്ദ്ര ഗവൺമെന്റിനെ കാത്തിരിക്കുന്നത്. ശ്രീ M. വിജിൻ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയത്തെ താങ്ക് യു.